Good evening. Good evening. Okay, we can start. Yes, ma'am. Okay, CG പറയുന്നു മോൻ prayer song പറയും. Okay, we have 2 persons to present prayer. ഒന്ന് അഖിലയുടെ മോളും ഒന്ന് സിജിയുടെ മോനും. Okay, so just decide who will do first. Okay, ശരി. Good evening, ma'am. Good evening. സരസ്വതി നമസ്തുഭ്യ വരദേ കാമരൂപിണി വിദ്യാരംഭം കരിസ്വാമി സിദ്ധപൂർവ്വമേ സദാ. താങ്ക് യു. Okay, very nice മോളു. Okay, സിജി മോൻ അവിടെ പഠിക്കാം. പാടാം. Sunday, deeping a heart, high to Mary, which a holiday Sunday. Thank you. Very nice, lovely. ഓടിപ്പോയോ? We don't have inhibitions. അവർക്ക് ബ്ലോക്കിംഗ് ഒന്നുമില്ല. അവർ വലുതാകുമ്പോ നമ്മളുടെ ഒരു ഇന്റർവെൻഷൻസ്, നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ടാണോ എന്തോ അവരങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ ഷൈനസ് കൂടി വരും. ചെറുപ്പത്തിൽ അതില്ല അവർക്ക്. മാം, എന്റെ മോൾക്കും പാടണം. പ്ലീസ് പഠിക്കും. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സദാ തത്സവിതുർവരേണ്യ ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ശിവം കരോമി കല്യാണം ആരോഗ്യം ധനസമ്പദഃ ദേശ ബുദ്ധി വിനാശായ ദീപാജ്യോതിർ നമോസ്തുതേ. നൈസ്. God bless. സോ എല്ലാരും അമ്മമാരുടെ കൂടെയൊക്കെ ഇരിക്കുവാണല്ലേ? പകലും ഉണ്ടാവും, വെക്കേഷൻ ആയതുകൊണ്ട്. ഒരു മാസം കഴിഞ്ഞു വെക്കേഷൻ അല്ലേ? ഇപ്പം മെയ്യും പെട്ടെന്ന് പോകും. ഹൈസ്കൂൾ കുട്ടികൾ ട്യൂഷൻ പോകും. അങ്ങനെ യെസ് പ്ലീസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? കുട്ടീസ് ആർക്കെങ്കിലും വേണമെന്ന് പറയുവാണോ? ഓക്കെ, ഫൈൻ. നമ്മള് ഉച്ചയ്ക്ക് സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അഖില കംഫർട്ടബിൾ ആകുമ്പോൾ പറയൂ കേട്ടോ. നമ്മുടെ സൂപ്പർവിഷനെ കുറിച്ച് ആ ബുക്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അഖില എഴുതി നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അഖിലയുടെ ഒരു കുഞ്ഞു മോനുണ്ട്. മോളിപ്പോ പ്രെയർ ചെയ്തു. മോൻ ചിലപ്പോ ഉറങ്ങും, എണീക്കും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അഖിലയ്ക്ക് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നറിയില്ല. എനിവേ ബി കംഫർട്ടബിൾ. എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് മിസ്സേ, ഞാൻ അത് വായിക്കാം. വായിക്കൂ, പറയൂ. ബാക്കിയുള്ളവർക്ക് അതൊരു റെഫറൻസ് ആയിരിക്കും. പ്ലീസ്. ഞാൻ ജസ്റ്റ് വായിച്ച പോലെ മിസ്സേ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ലല്ലോ. അഖില നോട്ട് ചെയ്ത എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടി അതിന്റെ സോഴ്സും കൂടി ഒന്ന് പറയുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമായിരുന്നു. ഞാൻ ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്തിട്ട് വിക്കിപീഡിയ നോക്കി എഴുതി വെക്കുക ചെയ്ത്, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ളത്.
ഓക്കെ പ്ലീസ്. ആഡംസ് ആൻഡ് വിക്കി ആദ്യത്തെ നമ്മുടെ ഇതിൽ പറയുന്നത് സൂപ്പർവിഷനെ കുറിച്ച് പറയുന്നത്. Supervision is a planned program for the development of institutions. Good career provides the definition. Supervision is all the efforts of school officials in leading teachers and other education officers in improving teaching, including developing the growth of teachers, completing and revising education goals, materials, teaching and teaching methods, and teaching assessment. Supervision is an effort to assist in fostering and increasing the ability of supervised parties so that they can carry out assigned activity, task efficiently and effectively. ഇതിൽ 2 ടൈപ്പുള്ള സൂപ്പർവിഷൻ പറയുന്നുണ്ട്. ആദ്യത്താണ് ജനറൽ സൂപ്പർവിഷൻ ആൻഡ് ടീച്ചിങ് സൂപ്പർവിഷൻ. പിന്നെ അടുത്തതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത കാറ്റഗറൈസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അതിൽ. പിന്നെ അടുത്തത് ബാർ ആൻഡ് ബട്ടർ സൂപ്പർവിഷൻ. അതിൽ ഒരാളുടെ പേരും കൂടിയും പറയുന്നുണ്ട്, ലിയോ ജോൺ ബ്രൂക്കൺ എന്ന് പറഞ്ഞിട്ട്. 3 പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് അതിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് അപ്പോൺ വിച്ച് ഓൾ ദ പ്രോഗ്രാംസ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ടീച്ചിങ് മസ്റ്റ് ബി ബിൽഡ്. AS barrier ability, grouping activities, administrative analysis, applied arithmetic attitudes. Supervision is a sort has been long been provided, but in spite of the fact that it is one of the major problems in the education field, only recently has attention have been seriously directed towards scientific study and experimentation with respect to it. Of significance, therefore, is the appearance of a book which brings together statements of the problems involved and presents a thorough-going discussion of principles and practices based on the best experimental and parametric evidence available. Since both authors have been actively engaged in the field, their combined effort represent a distinct contribution. പിന്നെ ഉള്ളത് കിംബോൾ വിൽസിന്റെ അതാണ്. അതിലൊരു ലൈഫ് സൈക്കിൾ ആയിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതില് നമ്മുടെ ബിസിനസ് റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ടും ടെക്നിക്കൽ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട്, ഡയമെൻഷൻ മോഡലിംഗ്, പിന്നെ BI ആപ്ലിക്കേഷൻ ഡിസൈൻ. അത് രണ്ടും എനിക്ക് മനസ്സിലായില്ല. BI ആപ്ലിക്കേഷൻ ഡിസൈൻ, BI ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 2 കോമ്പൗണ്ട് കണ്ടു. അതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ഡിസൈനിനെ കുറിച്ചിട്ട്, മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം പ്രൊജക്ട് പ്ലാനിങ്ങും അതെങ്ങനെ പ്രോഗ്രാം മാനേജ് ചെയ്യുന്നു, അതിന്റെ ഗ്രോത്ത്, മെയിൻ്റനൻസ്, അതിനെല്ലാം കുറിച്ചിട്ടാണ് കിംബോൾ വിൽസിന്റെ ലൈഫ് സൈക്കിളിൽ പറയുന്നത്. പിന്നെ ഹാരോൾഡ് സ്പേർട്സിന്റെ ഇതില് ഇറ്റ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ഹെൽപ്പിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ടു ഡു എ ബെറ്റർ ജോബ്. The increasing in public school enrollment and the current insufficient supply of teachers demand that all members of the professional staff function in the most effective manner. There has always been a need for supervisions who can assist teachers in isolating and analyzing their problems and thereby improve the instructional program. But the strategic function of supervision is becoming increasingly important as school staffs attempt to cope with the problems faced today and anticipated in the immediate future. നമ്മൾ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെയും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും വിലയിരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സൂപ്പർവിഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ബെർണാഡ് ആൻഡ് ഗുഡ്ലെയറിന്റെ ഇതിൽ കുറച്ച് ഫണ്ടമെന്റൽസ് പറയുന്നുണ്ട്. അതില് സൈക്കോ ഡൈനാമിക് അപ്രോച്ച്, കുറച്ച് അപ്രോച്ചുകളായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്താണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ടു സൂപ്പർവിഷൻ, രണ്ടാമത്തത് ഫെമിനിസ്റ്റ് മോഡൽ ഓഫ് സൂപ്പർവിഷൻ, മൂന്നാമത്തെ കൊഗ്നിറ്റീവ് ബിഹേവിയർ സൂപ്പർവിഷൻ, നാലാമത്തെ പേഴ്സണൽ സെന്റേർഡ് സൂപ്പർവിഷൻ. ഈ 4 രീതികൾ വെച്ചിട്ടാണ് അവർ സൂപ്പർവിഷനെ കുറിച്ച് പഠിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് 3 ലെവലുകളായിട്ട് തിരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ലെവൽ 1 എന്ന് പറയുന്നത് സൂപ്പർവൈസ് ആർ ജനറലി എൻട്രി ലെവൽ സ്റ്റുഡൻസ് ആണ്. പിന്നെ സൂപ്പർവൈസ് ആർ ലെവൽ 2 ആകുമ്പോൾ മിഡ് ലെവലിലുള്ള സ്റ്റുഡൻസിന് വരും. ലെവൽ 3 ആകുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് പ്രീ പ്രൈമറി, അത് കഴിഞ്ഞ് ഇത്രയും കൂടി മെച്യൂർ ആയിട്ടുള്ള സ്റ്റുഡൻസ്, പിന്നെ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റുഡൻസ്. അങ്ങനെ 3 ലെവലിലുള്ള സ്റ്റുഡൻസിനെ എടുത്തിട്ടാണ് അവർ സൂപ്പർവിഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അവർ കുറെ മോഡൽസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 മോഡലാണ് റോണാസ്റ്റ് ആൻഡ് സ്കൾഹോട്സ് മോഡൽ. ഇത് പിന്നെ ഇന്റഗ്രേറ്റീവ് മോഡൽസ് ഓഫ് സൂപ്പർവിഷൻ. ഇത് കുറെ മോഡലുകൾ അവർ പലരെ ചെയ്തിട്ടുള്ള തിയറികൾ മിക്സ് ചെയ്തിട്ടായിരുന്നു അവരുടെ ഈ സൂപ്പർവിഷൻ തിയറി അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ലാസ്റ്റ് ഡോൾഗാസ് സൂപ്പർവിഷനില് അതിലെനിക്ക് അധികം കിട്ടിയില്ല. നമ്മുടെ കറക്റ്റ് ടെക്സ്റ്റിൽ ഉണ്ടായത് തന്നെയാണ് അതിലും കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഗ്രൗണ്ട് തിയറിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇറ്റ് ഹാസ് സം എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റഡീസ് ഇൻ ദ ബോർഡ് സെറ്റ് സെൻസ് ഫ്രം സ്കൂൾ ടു ഹയർ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ്. There remains an absence of published accounts of the application of grounded theory within the field of reflective practice in the research supervision. അതായത് നമ്മൾ ഓരോ സെക്ഷനിൽ സൂപ്പർവിഷൻ നടത്തുന്നു. നമ്മൾ ഓരോ സെക്ഷൻ കൂടി വരുമ്പോൾ നമ്മളെ ബേസിലാണ് ആദ്യം നടത്തി എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതാണ് ഗ്രൗണ്ട് തിയറി വെച്ച് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത് മിസ്സേ. ഇത്രയും മിസ്സേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫൈൻ. നമുക്കിപ്പോ അവരുടെ ടെക്സ്റ്റുകളെല്ലാം അവരുടെ ബുക്സ് ഒന്നും മുഴുവനായിട്ട് വായിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിന്റെ ചെറിയൊരു സൂപ്പർവിഷന്റെ ഡെഫിനേഷൻ മാത്രമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. മേ ബി ദാറ്റ്സ് ഇനഫ്. ബട്ട് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അവരെങ്ങനെയാണത് സൂപ്പർവിഷനെ കാണുന്നത്, എങ്ങനെ അവരെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു, ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് അതിലെ കുറെ കാര്യങ്ങൾ മിക്സ് ചെയ്ത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റഗ്രേറ്റഡ് വേർഷൻ ആയിട്ട് ഒരു മിക്സ്ചർ പോലെ സൂപ്പർവിഷൻ പല ഏരിയയിലുള്ള മിക്സ്ചർ പോലെ അത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിലും അങ്ങനെയെല്ലാമാണ് ഇവർ ഓരോ ഓതേഴ്സും പറഞ്ഞിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ബി, ആ ഒരു എയിം എന്ന് പറയുന്നത് development of educational institution and thus by promoting teachers and other staffs. അല്ലെ, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റേക്ക് ഹോൾഡർ ഗൂഗിളിൽ നിന്ന് വായിക്കാൻ കിട്ടും മിസ്സേ. ഫുൾ ആയിട്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല, കുറച്ച് ഭാഗങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. താങ്ക് യു സോ മച്ച്. വിക്കിപീഡിയയിൽ നിന്നാണെങ്കിലും നമ്മൾക്ക് മനസ്സിലാകുന്ന ചില ഏരിയകളുണ്ട്. എല്ലാ കാര്യത്തെക്കുറിച്ചും സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ഒന്നും നമുക്ക് ഇയർ അങ്ങനെയൊക്കെ വരുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യം വരില്ലല്ലോ. മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കളക്ട് ചെയ്താൽ നന്നായിരിക്കും. അതിലേക്ക് വേണമെങ്കിൽ ഇതൊരു അസൈൻമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ടോ പോലെ സബ്മിറ്റ് ചെയ്യാം. ബട്ട് ടോപ്പിക് ഇച്ചിരി കുറവാണല്ലേ, വേണമെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും സൂപ്പർവിഷനും കൂടെ ആഡ് ചെയ്തിട്ട് സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാം അബൌട്ട് സൂപ്പർവിഷൻ. ഇതിന്റെ കൂടെ ഞാനൊരു ചെറിയ ടോപ്പിക്കും കൂടെ സൂപ്പർവിഷൻ റിലേറ്റഡ് പറയാം. അതും കൂടെ ചേർത്തിട്ട് സൂപ്പർവിഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻട്രോയില് ഈ പല ഓതേഴ്സിന്റെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് ഓരോന്നും എഴുതിയതിനു ശേഷം അതിന്റെ കൂടെ ആഡ് ചെയ്യാം. കാരണം ഇത്രയും വർക്ക് ചെയ്തല്ലേ. സോ യു ക്യാൻ പ്രസന്റ് ഇറ്റ് ആസ് ആൻ സെമിനാർ. പ്രസന്റ് അല്ല, ജസ്റ്റ് പ്രിപ്പയർ ഇറ്റ് ആസ് ആൻ സെമിനാർ. ഓക്കെ ഓക്കെ ഫൈൻ. ദെൻ നമ്മൾ എവിടെയായിരുന്നു? വേണമെങ്കിൽ സൂപ്പർവിഷന്റെ എഫക്റ്റീവ് സൂപ്പർവിഷനുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആ ഒരു സൂപ്പർവിഷൻ എന്നുള്ള ഒരു ഇൻട്രോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. പർപ്പസ് പറയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ പറഞ്ഞു വന്നത് സൂപ്പർവൈസറുടെ രീതികൾ നമ്മൾ പറഞ്ഞു വന്നു. ഒരു സൂപ്പർവൈസർ എങ്ങനെയാകണം, വാട്ട് ഇസ് ഹിസ് എയിം, എന്തായിരിക്കണം അദ്ദേഹം ചെയ്യേണ്ടത്, ആളുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് എന്ത് എഫേർട്സ് എടുക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വന്നു അല്ലെ. കാരണം ഗൈഡ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, അവരെ പ്രൊമോട്ട് ചെയ്യണം, അവരുടെ പൊട്ടൻഷ്യൽ ഇംപ്രൂവ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സൂപ്പർവിഷന് പറഞ്ഞത്. ഇനി എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് എന്താണ് നമുക്കറിയാം. ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ സൂപ്പർവിഷൻ. ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ സൂപ്പർവിഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ഓൾമോസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു പല ഏരിയകളിലും സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഉണ്ട്. അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ പലയിടങ്ങളിലും സൂപ്പർവൈസർ, പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയയിൽ സൂപ്പർവൈസർ ഉണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഈ അങ്ങനെ ഓരോ ഏരിയയിലുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്ത് നമ്മൾ പറയുവാണ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. Basically development of better teaching and learning situations.
അത് തന്നെയാണ് പർപ്പസ് എന്ന് പറയുന്നത്. ആ ഒരു ടീച്ചിങ് ബെറ്റർ ആക്കുക, ലേണിംഗ് സിറ്റുവേഷൻ, ലേണിംഗ് പർപ്പസസ്, ആ ലേണിംഗ് ജേർണി കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അവർ കുറച്ചുകൂടെ കോമ്പിറ്റന്റ് ആണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു അല്ലെ. സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസംസ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഇനി പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ, അത് ബുള്ളറ്റ് പോയിന്റ്സ്, സ്റ്റാർ ആയിട്ട് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പർപ്പസ് നമുക്ക് വായിച്ചാൽ ക്ലിയർ ആവുന്നേ ഉള്ളൂ. ബട്ട് നമുക്ക് അതിലൂടെ ഒന്ന് പോവാം. നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ വേണ്ട ഒരു ഹയർ സ്റ്റഡീസിന് മക്കളെ +10th കഴിഞ്ഞ് +1 ആണെങ്കിലും അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്കാണെങ്കിലും നമ്മൾ ചേർക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു സ്കൂളിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിക്കും. സ്കൂൾ എങ്ങനെയാണ്, എവിടെയാണ്, ആ ഏരിയ വരെ അന്വേഷിക്കും അല്ലെ. എങ്ങനെയുണ്ട് ആ ഏരിയ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഹോസ്റ്റൽ ആക്കേണ്ടതാണെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെയാണ്, ടീച്ചേഴ്സിന്റെ രീതി എങ്ങനെയാണ്, മാനേജ്മെന്റ് എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും അല്ലെ. അപ്പോ സൂപ്പർവിഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്കൂളുകളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. അതുപോലെ സ്കൂളിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നല്ല റിസൾട്ട് വേണം. അപ്പൊ സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ്സ്, അവരുടെ പല ഏരിയയിലുമുള്ള അവരുടെ അച്ചീവ്മെന്റ്സ് എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. പിന്നെ സ്കൂളിന്റെ ക്വാളിറ്റി, പിന്നെ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിന്റെ ഗോൾസ് എന്നുള്ളത് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, പിന്നെ മോണിറ്റർ ചെയ്യുക. അത് ഇൻഡിവിജ്വലി ആയിട്ടും അതുപോലെ തന്നെ ടീമായിട്ടുമുള്ള കാര്യങ്ങളെ എല്ലാം മോണിറ്റർ ചെയ്യുക. പേഴ്സണലി അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഇതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓരോ പോയിന്റ്സ് പറയുമ്പോഴും എല്ലാം ഓൾമോസ്റ്റ് എത്തുന്നത്, എല്ലാത്തിന്റെ ഔട്ട്കം സെയിം തന്നെയാണ്. നമ്മൾ സ്കൂളിന്റെ വാല്യൂ നോക്കുന്നു, സ്കൂളിന്റെ വർത്ത് നോക്കുന്നു. കാരണം ആ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മുടെ നവോദയ സ്കൂളുകളെ പറ്റി ഇങ്ങനെ ആളുകൾ പറയാറുണ്ട്, അവിടെ പഠിച്ചതാണോ എന്നാലൊക്കെ സെൽഫ് മെയ്ഡ് ആണ്. അവർക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റിക്ക് ഭയങ്കര ഒരു വ്യത്യാസമായിരിക്കും, അങ്ങനെയൊക്കെ പറയാം. അവർക്ക് എന്തും ഏത് ഏരിയയിലേക്കും അവർക്ക് എത്തിപ്പെടാനായിട്ടും ഭയങ്കര ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. അങ്ങനെയൊക്കെ നവോദയ സ്കൂൾസിനെ പറ്റി പറയാറുണ്ട്. അപ്പോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന പ്രോഡക്ട്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞപ്പോൾ 10th വരെയുള്ള സ്കൂളാണെങ്കിൽ 10th കഴിഞ്ഞ് ഇറങ്ങുന്ന പ്രോഡക്ട്സ് എന്ന് തന്നെ പറയാം സ്റ്റുഡൻസിനെ. അത് വേർത്തി ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ആണോ. നമ്മൾ പറഞ്ഞു മോണ്ടിസോറി മെത്തേഡില് സൊസൈറ്റിക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് വരണം നമ്മുടെ കുട്ടികൾ. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോയിരുന്നത്. അങ്ങനെ വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ആണോ. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ അതിനെ എന്താ പറയാ, റീഫ്രെയിം ചെയ്യും. അതിനെ ഒരു ഒറ്റ ചട്ടക്കൂടിലാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കും. കാരണം സിംപ്ലി സബ്ജക്ട് സ്റ്റഡി എന്നുള്ള രീതിയിലായി പോവാറുണ്ട് പലപ്പോഴും. അതായത് ചില കുട്ടികൾ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് അങ്ങനത്തെ ഒക്കെ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് മാത്രമായിട്ട് ഇറങ്ങുന്ന കുട്ടികൾക്ക് വേറെ പലതും ചെയ്യാൻ പറ്റാതെ വരും. പക്ഷെ ആക്ച്വലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ നോളജ് ആക്കി മാറ്റുന്നു. ആ നോളജിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. പിന്നെ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് തിരിച്ചറിയുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്ത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതലായി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അത് സ്റ്റഡി ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് അതൊരു നോളജായി മാറുവാണ്. ഈ നോളജിനെ അപ്ലൈ ചെയ്യേണ്ട ഇടത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് പൂർണ്ണമാകുന്നത്. പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്നതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വൺസ് നമ്മൾക്ക് കിട്ടിയ ആ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ നോളജ് ആക്കി മാറ്റിയിട്ട് വിവരങ്ങളെ അറിവാക്കി മാറ്റി അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷൻ പൂർണ്ണമാവുക. ഒരാൾ എഡ്യൂക്കേറ്റഡ് ആയി എന്നതിന്റെ മീനിങ് അതാണ് വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺസ് ആയിട്ട് മാറുന്നു. എല്ലാം പഠിക്കുന്നു, ഹെൽത്തി ഹാബിറ്റ്സ് എല്ലാം പഠിക്കുന്നു. എല്ലാം പഠിച്ചിട്ട് വീടിനകത്തൊക്കെ നല്ല നീറ്റായിട്ട് വെക്കും, പക്ഷെ ഉള്ള വേസ്റ്റ് മുഴുവനും അടുത്ത പറമ്പിലേക്ക് എറിയുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. വീട്ടിന്റെ അവിടെ എല്ലാം ക്ലീൻ എല്ലാമായിരിക്കും, പുറത്തിറങ്ങുമ്പോൾ റോഡ് സൈഡിൽ തുപ്പുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, പേപ്പർ ചുറ്റെറിയുക, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ചെയ്യാറില്ല ചില ആളുകൾ. അപ്പൊ അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് പോണം, ലൈഫ് ലേണിംഗ് പ്രോസസ് ആ ഒരു രീതിയിൽ പോണം.
പിന്നെ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ, ടീച്ചിങ് പ്രോസസ്, പിന്നെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യണം ആ ലേണിംഗ്. കാരണം കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നണം പഠിക്കാനായിട്ട്. ആ ഒരു ചിലർ പറയില്ലേ, സ്കൂളിലൊക്കെ വെച്ചിട്ട് പണ്ട് ഞങ്ങളുടെ മനസ്സിലൊക്കെ വരാറുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് എല്ലാ ടീച്ചർമാരോടും റെസ്പെക്റ്റും പേടിയും സ്നേഹവും ഒക്കെ ആണല്ലോ. അപ്പൊ ഉറക്കം വന്നാലും നമ്മളിങ്ങനെ കണ്ണൊക്കെ തുറന്നിങ്ങനെ ഇരിക്കും. പക്ഷെ ചില ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ സമയം പോകണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. മോളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യണം, ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കണം ടീച്ചർ. ആ ടീച്ചർ ആ രീതിയിൽ ഡെവലപ്പ് ആകണമെങ്കിൽ ശരിയായ രീതിയിലുള്ള ഗൈഡൻസും സപ്പോർട്ടും ആ ഒരു ടീച്ചർക്ക് കിട്ടുമ്പോഴാണ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുമ്പോഴാണ് ടീച്ചർ ആ രീതിയിൽ ഡെവലപ്പ് ആകുന്നത്. ടീച്ചറുടെ ബിഹേവിയർ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ചില ടീച്ചേഴ്സിന്റെ സംസാര രീതി, അവരുടെ ചിരി, അങ്ങനെയൊക്കെ കൊച്ചു കുട്ടികൾ വന്ന് പറയാറുണ്ടല്ലോ. എന്റെ മോന് ചെറുതായിരുന്ന സമയത്ത് അവന് സയൻസ് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 6th എന്തോ സയൻസ് പഠിപ്പിക്കാൻ ആ മിസ് വന്നു. ആ മിസ് 7th ക്ലാസ് ടീച്ചറായിരുന്നു. ഇവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുക. 7th ആയിരിക്കുമ്പോഴേക്കും മഞ്ജു മിസ് ആണല്ലോ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് വിളക്കിന്റെ അടുത്ത് പോയി എന്നും പ്രാർത്ഥനയാണ്, മഞ്ജു മിസ് ക്ലാസ് ടീച്ചർ ആവണേ, മഞ്ജു മിസ് ക്ലാസ് ടീച്ചർ ആവണേ എന്ന് അടുത്ത വർഷം. പക്ഷെ മിസ്സിന് PSC കിട്ടി. ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് മിസ് സയൻസ് ടീച്ചറായിട്ട് പോയി. ഭയങ്കര വിഷമമായിരുന്നു കുറേ നാള്. അപ്പൊ കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് പലപ്പോഴും. അവരുടെ ഏജ് അതാണ്. അപ്പോൾ നിങ്ങളും ആ ഒരു വളരെ ചെറിയ ഏജിലുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ ബിഹേവിയർ ഉൾപ്പെടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ അവര് ടീച്ചറെ പോലെ ആകാനും, ടീച്ചർ സംസാരിക്കുന്ന പോലെ വളരെ ജെന്റിലായിട്ട് സംസാരിക്കാനും, ടീച്ചർ എപ്പോഴും പ്ലീസിങ് ആയിരിക്കുന്ന പോലെ എപ്പോഴും പ്ലീസിങ് ആയിരിക്കാനും, അങ്ങനെ ഇവര് നമ്മളെ ഫോളോ ചെയ്യും. ഓക്കെ, പിന്നെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മൾക്കറിയാം, മോർണിംഗ് നമ്മൾ പോകുന്നു, ഈവനിങ് വരുന്നു. അതർ ദാൻ ടീച്ചിങ് വേറെ ഡ്യൂട്ടീസ് ഇവർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ടീച്ചിങ് എന്നുള്ള ഡ്യൂട്ടി ഉണ്ട്, വേറെ ഡ്യൂട്ടീസ്. ആ ടീച്ചിങ് മാത്രമല്ല, കുട്ടികളെ ശ്രദ്ധിക്കണം, അവരുടെ ഇമോഷണൽ ബേസിക് നീഡ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ആ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം, അവരുടെ എമ്പത്തറ്റിക് ആയിരിക്കണം. അപ്പൊ ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വൈഡായിട്ടാണ് കിടക്കുന്നത്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പല ഡ്യൂട്ടീസും ആ ടീച്ചറിലുണ്ട്. ആ ഡ്യൂട്ടീസ് ചെയ്യുകയും വേണം. അതുപോലെ ഓഫീസിൽ നിന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏൽപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അതെല്ലാം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യണം. ഇപ്പൊ വെക്കേഷൻ ആണെങ്കിലും പലതരം ഡ്യൂട്ടീസ് വരും. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴേക്കും വിളിപ്പിക്കും, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ വിളിപ്പിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഫീസ് കളക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ. വെക്കേഷൻ ആണെങ്കിലും അങ്ങനെ ഡ്യൂട്ടി അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് വേറെയും പല കമ്മിറ്റ്മെന്റ്സും വരാറുണ്ട്. അത് എൻഷുർ ചെയ്യണം, അതിന് തയ്യാറായിരിക്കണം. കാരണം നമ്മൾ ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ. സ്കൂളിന്റെ ഡിറക്ഷൻ, അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതൊക്കെ സൂപ്പർവിഷന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് കിട്ടേണ്ട കുറെ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ അർജന്റ് നീഡ്സ്, ഒരു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അതിന്റെ അർജന്റ് നീഡ്സ് അവർ മനസ്സിലാക്കണം. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറാണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അത് എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും മാനേജ് ചെയ്യുക എന്നുള്ളതിന്റെ ഉദ്ദേശം. പിന്നെ സൂപ്പർവിഷന്റെ വേറൊരു ഉദ്ദേശം, ഈ വരുന്ന ടീച്ചേഴ്സ് അവർക്ക് വേറെയും പല പോസിറ്റീവ്സ് ഉണ്ടാവും, അവരിൽ വേറെയും പല ക്വാളിറ്റീസ് ഉണ്ടാകും, വേറെയും പല കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കും ടീച്ചേഴ്സിന്. അതെല്ലാം ഒന്ന് സ്പെഷ്യൽ അവരുടെ എബിലിറ്റീസ് ക്വാളിറ്റീസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക, അതും ഉണ്ട്. ഇപ്പോ നല്ലപോലെ സയൻസ് എടുക്കുന്ന ഒരു ടീച്ചറായിരിക്കും, ടീച്ചർ ഡാൻസിൽ നല്ല ഇതായിരിക്കും. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ ആ ടീച്ചറിന്റെ സപ്പോർട്ട് എടുക്കുക. അങ്ങനെ അവരുടെ അതർ ക്വാളിറ്റീസും കൂടെ മനസ്സിലാക്കണം. ചില നല്ലപോലെ സംസാരിക്കാൻ അറിയുന്നവരായിരിക്കും, അപ്പൊ അവരൊക്കെ ആയിരിക്കും സ്കൂളിൽ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ ആങ്കർ ചെയ്യാൻ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്,
സ്റ്റാഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സൂപ്പർവിഷനിൽ. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം സൂപ്പർവിഷന്റെ ഭാഗമായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റിനെ. പിന്നെ പലപ്പോഴും സ്കൂളിന് PTA ഫണ്ട് അല്ലെങ്കിൽ അതർ മാനേജ്മെന്റിന്റെ എന്തെങ്കിലും ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് കറക്റ്റ് ആവശ്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ മാനേജ്മെന്റ് ഫണ്ട് ഉണ്ടാവും, ഒരു ബാഡ്മിന്റൺ കോർട്ട് വേണം. അപ്പൊ മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ മാനേജ്മെന്റിന്റെ ഫണ്ട് യൂസ് ചെയ്ത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഫണ്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, വെറുതെ ഫണ്ട് കുറെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പൊ ആനുവൽ ഡേ വരുന്നു, PTA ഫണ്ട് ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഫീ അങ്ങനെ രീതിയിൽ അല്ലെങ്കിൽ PTA അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫീസിന്റെ കൂടെ ചെറിയ എമൗണ്ട് വാങ്ങിക്കുമല്ലോ പല സ്കൂളുകളും, ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ വാങ്ങും. അപ്പൊ ഈ ഫണ്ട് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് എൻഷുർ ചെയ്യുക, പബ്ലിക് ഫണ്ട്. അതുകൂടാതെ ഗവൺമെന്റ് സ്കൂളൊക്കെ ആകുമ്പോൾ ചിലർ പല കാര്യങ്ങളും സ്പോൺസർ ചെയ്യും. ഇപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് സ്പോൺസർ ചെയ്യും, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഏതെങ്കിലും ഒരു പ്രമുഖനായ ആൾ സ്പോൺസർ ചെയ്യും. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പല സ്കോളർഷിപ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ കിട്ടുന്ന ഫണ്ടെല്ലാം പ്രോപ്പർ ആയിട്ട് ഇന്റലിജന്റ്ലി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. കുറെ കാശ് ചെലവാക്കി ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിനേക്കാളും അത് ആവശ്യങ്ങൾക്ക് പ്രോപ്പർ നീഡ്സിൽ ചെലവാക്കുക എന്നുള്ളത്. പിന്നെ പബ്ലിക് എക്സാമിനേഷൻ. ഇപ്പൊ 10th വരെയുള്ള ഒരു സ്കൂളാണെങ്കിൽ ഇത്ര കുട്ടികൾ, ഇപ്പൊ ഒരു 120 സ്റ്റുഡൻസ് 10th എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ ഇവരെ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റിന്റെ കേസിലാവുമ്പോഴും സ്റ്റേറ്റ് ബോർഡാണ്, CBSE ആവുമ്പോഴും CBSE ബോർഡിന്റെ ആ രീതിയിൽ എക്സാം നടത്തുന്നു. അല്ലെ അതുവരെയും സ്കൂളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാം നടത്തുന്നത്. 10th ഒക്കെ ആകുമ്പോഴേക്കും പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ എല്ലാം നല്ല രീതിയിൽ ചെയ്യുക. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഇൻഡിവിജ്വലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് ഒരു ടീച്ചറെയോ അല്ലെങ്കിൽ 2 സ്റ്റാഫിനെയൊക്കെ ചുമതലപ്പെടുത്തിയിട്ട് അവര് മെയിൻലി ക്ലാസ് ടീച്ചറും ആരെങ്കിലും ഒക്കെ ആയിരിക്കും അസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് രീതിയിൽ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുക, ആ ഒരു റിക്വയർമെന്റ്. പിന്നെ പലപ്പോഴും ഏതൊരു സ്കൂളും വർക്ക് ചെയ്യുന്നത് പല റൂൾസ്, റെഗുലേഷൻസ്, ലോസ് അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ചില സ്കൂളുകളിൽ നമുക്കതിങ്ങനെ എന്താ പറയുക, ഒരു പോസ്റ്റർ പോലും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇതിനകത്ത് ഉള്ളിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന പോലെ നമുക്ക് കാണാം, സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയൊക്കെ കാണും. അങ്ങനെ ആ റെക്കോർഡെല്ലാം കറക്റ്റ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർവിഷനിൽ വരുന്നു. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ആദ്യമേ തുടങ്ങിയ ഓരോ ഓതേഴ്സിന്റെ അവരുടെ ഒബ്സർവേഷനും അവരുടെ ബുക്കിൽ നിന്നും എല്ലാം നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിലെല്ലാം ഒന്നായിരുന്നു ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ത്രൂ എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. അത് തന്നെയാണ്, ഒരു ഫേവറബിൾ ക്ലൈമറ്റ് വേണം. നല്ലൊരു അറ്റ്മോസ്ഫിയറിലല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. എന്തോ നമ്മുടെ പാഷനാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാലും അതൊരു സുഖകരമല്ലാത്ത അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ജോബ് ചേഞ്ചിന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ എഫക്റ്റീവ് ടീച്ചിങ്ങിനും ലേണിങ്ങിനും പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, അതാണ് സൂപ്പർവിഷന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പർപ്പസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്കൂളിന്റെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ അവിടെ സൂപ്പർവിഷന്റെ പർപ്പസ് ആ രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പല കാര്യങ്ങളും നോക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് സൂപ്പർവിഷന്റെ പർപ്പസ് മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റീവ് സൂപ്പർവിഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നെക്സ്റ്റ് വന്നിരുന്നത്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു 7 points കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്, ലേണിംഗിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ കുട്ടികൾ. അപ്പൊ ഈ 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ജനറലി നമ്മൾ പറയുവാണെങ്കിൽ സ്കൂൾ തന്നെയല്ല, കോളേജ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അവിടുത്തെ ഹെൽത്തി അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, സറൗണ്ടിങ്സ്, അത് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. ഈ ഹെൽത്തി അറ്റ്മോസ്ഫിയർ നമുക്ക് 2 രീതിയിൽ പറയാം. 2 രീതിയിൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതായത്
നമ്മൾ ഹെൽത്ത് പഠിച്ചപ്പോ ഫിസിക്കലി ഉള്ള ഹെൽത്തും മെന്റലി ഉള്ള ഹെൽത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഹെൽത്തി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇമ്പോർട്ടൻസും കൊടുക്കാം. അത് മാത്രമല്ല നമുക്ക് സമാധാനം, സന്തോഷം, നമ്മൾ വെല്ലായിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ. നമുക്ക് ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടുന്നു, അങ്ങനെയുള്ള ഹെൽത്തി ഫുഡ് അങ്ങനെയൊക്കെ കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മനസ്സിനും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ സ്റ്റാഫ് ഓറിയന്റേഷൻ. നമ്മൾ എന്തൊരു കോഴ്സും അല്ലെങ്കിൽ എന്തൊരു കോഴ്സും നല്ല എന്തൊരു കാര്യം അറിയുന്നതിന് മുമ്പ് അതിനൊരു ഇൻട്രോ, ഒരു ഓറിയന്റേഷൻ കൊടുക്കൂല, അതിനെപ്പറ്റി ഒരു അവയർനെസ്. അപ്പൊ സ്റ്റാഫിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഗ്രൂമിങ്, ഒരു ബൂസ്റ്റിംഗ് ആ രീതിയിൽ അതൊക്കെ കൊടുക്കേണ്ടതും ഈ സൂപ്പർവിഷന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അവരുടെ സജഷൻസ്, അവരുടെ ഡിമാൻഡ്സ്, അവരുടെ നീഡ്സ് അങ്ങനെയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈവൻ ദോ നമ്മളൊരു സ്കൂളിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കും നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി എന്താണ് അല്ലെ. പലപ്പോഴും നമ്മളുടെ നീഡ്സ് അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് അങ്ങനെ വളരെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഈ ജോബ് അവർ ഓഫർ ചെയ്യുന്ന പലതും ഉണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഇനി പുതിയതായിട്ടൊരു സ്റ്റാഫ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരാനായിട്ട് സമയമെടുക്കും. അതിന് വേണ്ടുന്ന നെസസറി ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യണം, സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും അവർക്ക് ക്ലാസ് റൂം ഏതാ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എടുക്കേണ്ട മെറ്റീരിയൽസ് എവിടെയാ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം അവർക്ക് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയി പോകും. അവരുടെ ഒരു സാറ്റിസ്ഫാക്ടറി വർക്ക് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട് അവരെ അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ടെൻസ്ഡ് ആയി പോലെ പുതിയതായ ഒരു സ്ഥലത്ത് അതൊന്നും പരിചയമില്ലാണ്ട് ചെല്ലുമ്പോൾ. നെക്സ്റ്റ് ഗൈഡൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്. അതും സൂപ്പർവിഷന്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. നല്ല ക്ലിയർ ആയിട്ട് ഓഡിയോ ഇഷ്യൂ ഇല്ലാത്ത ആർക്കെങ്കിലും വായിക്കാൻ പറ്റുവാണെങ്കിൽ 3-4 വായിക്കാം. തേർഡും ഫോറും ഗൈഡൻസ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്ങും പ്രോംപ്റ്റ്, ചെറിയ ചെറിയ പാരഗ്രാഫ്സ് ഉണ്ടല്ലോ, പ്രോംപ്റ്റ് റെക്കഗ്നീഷൻ ഓഫ് ഗുഡ് വർക്ക്, ഇത് രണ്ടും വായിക്കാം. ആരെങ്കിലും റെഡി ആണെങ്കിൽ ഓക്കെ. ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അതിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വലിയ കുഴപ്പമില്ലാണ്ട് സമയമുണ്ട്. ഞാൻ വായിക്കാം. ഓക്കെ, തേർഡ് വൺ അല്ലേ മാം? തേർഡ് ഫോർത്ത് അല്ലേ പറഞ്ഞു? Guidance and staff training. Staff should be offered necessary guidance. They should be guided on how to carry out the assignment. Standards should be set by the supervisor. General information should be made available to all and special to individual assigned to a particular task. Technique of how to perform an activity must be given at times. The school must arrange and participate in staff training. Fourth one, prompt recognition of good work. Good work should be recognized. This means that the acknowledgement of any good work done must be immediate and made public to others, which will then serve as a motivator. Thank you, ma'am. Okay, thank you. So guidance and staff training. Necessary guidance സ്റ്റാഫിന് ഇറ്റ്സ് നീഡഡ് അല്ലെ. പലപ്പോഴും അല്ലെങ്കിൽ അവര് എന്തെങ്കിലും അവരുടേതായ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ സ്കൂളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ പിന്നെ അതൊരു കോൺഫ്ലിക്റ്റ് പോലെ ആയിപ്പോകും. അവർക്ക് നെസസറി ഗൈഡൻസ് അത് ടൈംലി 3 months കൂടുമ്പോഴോ 6 months കൂടുമ്പോഴോ അങ്ങനെ പീരീഡിൽ പല സ്കൂളുകളിലും നടത്താറുണ്ട്. എങ്ങനെ ഓരോ സ്കൂളിൽ പലതും അസൈൻ ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഒരു സ്റ്റാൻഡേർഡിൽ എങ്ങനെ ചെയ്തു പോകണം അത് സൂപ്പർവൈസർ അവർക്ക് ഒരു ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. പിന്നെ ജനറൽ ഇൻഫർമേഷൻ, എല്ലാവർക്കും ജനറൽ ഇൻഫർമേഷൻസ് അറിയിക്കും. അതുകൂടാതെ ചില സ്പെഷ്യൽ ടാസ്കുകൾ, പെർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്ത ചില സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവർക്ക് അതിനനുസരിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കൊടുക്കുന്ന ഒരു സാർ ടീച്ചറോ ഓർ ഇറ്റ് ഈസ്
അപ്പം ഏതെങ്കിലും പുറത്തെവിടെയെങ്കിലും ഒരു കോമ്പറ്റീഷന് കൊണ്ടുപോവാണ് കുട്ടികൾക്ക്. അപ്പൊ ആൾക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാക്ടീസ് എങ്ങനെ, എവിടെയാണ് കോമ്പറ്റീഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഗൈഡൻസ്, അവിടെ ചെല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. കാരണം സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ഒരാളും ഇത്രയും കുട്ടികളുമാണല്ലോ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ടാസ്കുകളൊക്കെ ഏൽപ്പിക്കുന്ന വരുന്ന ഇൻഡിവിജ്വൽസിന് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓരോ ആനുവൽ ഡേയ്സ് വരുമ്പോൾ ഓരോരോ ടീച്ചേഴ്സിനായിരിക്കും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ടായിരിക്കും ഓരോ വർക്ക് അസൈൻ ചെയ്യുന്നത്. സ്റ്റാഫ് ട്രെയിനിങ് അറേഞ്ച് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് വേണ്ടുന്ന ഇപ്പൊ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്കൾട്ടീസിനെയോ എക്സ്പേർട്സിനെയോ വിളിച്ചിട്ടാണ് സ്റ്റാഫ് ട്രെയിനിങ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുക്കുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ത്രൂ സൂപ്പർവിഷനാണ് നടക്കുന്നത്. പിന്നെ അപ്രീസിയേഷൻ അല്ലെ, പ്രോംപ്റ്റ് റെക്കഗ്നേഷൻ ഓഫ് ഗുഡ് വർക്ക്. ആ ഒരു അപ്രീസിയേഷൻ, ഗുഡ് വർക്ക് റെക്കഗ്നൈസ് ചെയ്യുക തന്നെ വേണം. ആരെങ്കിലും നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ അക്നോളജ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ഒരു പെട്ടെന്ന് തന്നെ, കുറെ കഴിഞ്ഞിട്ട് എന്നല്ല, അത് മറ്റുള്ള പബ്ലിക് ആയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത ആ മീറ്റിംഗിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആനുവൽ ഡേയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു മോട്ടിവേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ, ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ, അതും ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. കാരണം നമ്മൾ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവരെ ബൂസ്റ്റ് ചെയ്യുന്നു പല കാര്യങ്ങളിലും. നെക്സ്റ്റ് 5, 6, 7 ആർക്കെങ്കിലും വായിക്കാൻ ഓക്കെ ആണെങ്കിൽ വായിക്കാം. സോ നമ്മുടെ പ്രിൻസിപ്പിൾസ് അത്രയും കഴിയും. Fifth one, constructive feedback. Unsatisfactory work should be constructively criticized. Constructive feedback should be given to the affected staff in private. Sixth one, opportunity for improvement. Staff should be given an opportunity to conform to their work. They should be encouraged to use their initiative, performing their jobs and making decisions. Seventh one, motivation and encouragement. Staff should be motivated and encouraged to work to increase their productivity. They should be encouraged to boost their ability to achieve organizational goals. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് എന്താണെന്നുള്ളത്. പലപ്പോഴും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ കുറിച്ചിട്ട് ഇപ്പോ കുട്ടികൾക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. പാരന്റ്സ് ചിലപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമായിരിക്കും. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആക്ഷനബിൾ ആയിട്ടുള്ള സജഷൻസ് ആണ്, ക്രിറ്റിസിസം അല്ല. ഇപ്പൊ ഫ്ലോസ് ഉണ്ടെങ്കിൽ തന്നെയും അത് കറക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ആക്ഷനബിൾ ആയിട്ട് സജഷൻസ് കൊടുക്കും. അതായത് ഇപ്പോ സപ്പോർട്ടീവ് ആണ് അത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആളുടെ രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ട്, ബട്ട് അത് അറിഞ്ഞിട്ട് അയാളെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്, പോയിന്റ് ഔട്ട് ചെയ്യുക, നെഗറ്റീവ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യുക. അതല്ല, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. സപ്പോർട്ടിംഗ് ആയിട്ട് സജഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ലോ വോയിസ് ആണ് ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയെങ്കിൽ വിളിച്ചിട്ട് മൈക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കുട്ടികളുണ്ടല്ലോ, അപ്പൊ മൈക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ത്രോട്ടിന് അത്രയും പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ട് അവരെ വർക്ക് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സജഷൻസ് കൊടുക്കുന്ന, ആക്ഷനബിൾ സജഷൻസ് കൊടുക്കുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. ചിലപ്പോൾ അൺസാറ്റിസ്ഫാക്ടറി വർക്ക് ആയിരിക്കും, അത് കൺസ്ട്രക്റ്റീവിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സപ്പോർട്ടീവായിട്ട് അവരെ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്രിറ്റിസിസം. അത് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു റെക്കഗ്നീഷൻ പബ്ലിക് ആയിട്ട് കൊടുക്കണം. അതേസമയം ഇങ്ങനെയുള്ള കാര്യം ആ ഒരു സ്റ്റാഫിനെ മാത്രമായിട്ട് വിളിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ്. അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. സേ 2 weeks അല്ലെങ്കിൽ ഒരു 10 days ശരിയായി ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അവരുടെ വർത്ത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവരെ എൻകറേജ് ചെയ്യിക്കണം നല്ല രീതിയിൽ ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്കിംഗ് ഡിസിഷൻസ് ആ ഒരു രീതിയിൽ. അതിപ്പം ഈവൻ ദോ അത് അവർ മീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അതോറിറ്റിക്ക്, മാനേജ്മെന്റിന് പറയാം നമ്മുടെ ഉദ്ദേശിച്ചതാണ്, മനസ്സിലാക്കും. പെട്ടെന്ന് ആ ടീച്ചർക്ക് മനസ്സിലാവും. കാരണം ടീച്ചർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടി, പിന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവര്
അധികം വേദനയൊന്നും ഇല്ലാതെ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂപ്പർവൈസർ പറയുന്നത്, സൂപ്പർവിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷൻ ആൻഡ് എൻകറേജ്മെന്റ്. സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം വർക്ക് ചെയ്യാനായിട്ട്, അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, ടു ഇൻക്രീസ് ദെയർ പ്രൊഡക്ടിവിറ്റി. They should be encouraged to boost their ability to achieve organizational goal. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോളിലേക്ക് എത്താനായിട്ട് അവരുടെ എബിലിറ്റി അതിനെയെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ, എഫക്റ്റീവ്ലി എഫിഷ്യന്റ്ലി മാക്സിമം അവരുടെ കപ്പാസിറ്റി അവർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറയാം, നമ്മളെല്ലാം ചെന്നെത്തുന്നത് അൾട്ടിമേറ്റ് ഗോളിലാണ്. അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് ടീച്ചിങ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ലേണിംഗ്. അപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുമിച്ച്, കൂടാതെ മറ്റ് സ്റ്റാഫുകളും ഒരു ടീമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് സൂപ്പർവിഷൻ. അതിനുള്ള ഗൈഡൻസ് കൊടുക്കുകയാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് നമുക്ക് എനിക്ക് തോന്നുന്നു സമയമുണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നേരത്തേക്ക് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്, അങ്ങനെ സെമിനാറൊക്കെ എടുത്ത് പോവാമായിരുന്നു. പല പോയിന്റ്സിലും സി അല്ല ചിലതിലൊക്കെ കാണുന്നത്, ചിലതിലല്ലാത്തേ കാണുന്നുണ്ട്. അതിലെ സി എന്താന്ന് ഞാൻ പറഞ്ഞു തരാം എന്തായാലും. അപ്പോ ഫസ്റ്റ് 7 C's ആണ്. അതിലെ ഫസ്റ്റ് സി കോൺവെർസേഷൻ. നമുക്ക് ടൈം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഓരോ സിയും ഓരോരുത്തർക്ക് വായിക്കാം. കോൺവെർസേഷൻ, സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതായിട്ട് പറയുന്നത് കോൺവെർസേഷൻ. യെസ് പ്ലീസ്, ആരോ റെഡി ആയിരുന്നല്ലോ. Conversation. Effective conversation offer individuals the convenience to rethink and reconstruct dilemmas and the ability to develop a new understanding of their problems. ഓക്കെ, കോൺവെർസേഷൻ ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. ആ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലും അതിനകത്ത് സ്പീക്കിങ്ങും ഉണ്ട്, ലിസണിങ്ങും ഉണ്ട്. അല്ലാണ്ട് ഒരാൾ സംസാരിക്കുക മാത്രമല്ല, 2 പേരോ 3 പേരോ ഒരു ഗ്രൂപ്പോ ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളുടെ ഒരു ഡിസ്കഷൻ പോലെ വരാം. ആ ഒരു ഇതാണ് കോൺവെർസേഷനിൽ പറയുന്നത്. ഇത് എഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ വ്യൂസ് വേറൊരാളെ നമുക്ക് അറിയിക്കാൻ, അവരെ മനസ്സിലാക്കിക്കാനായിട്ട് പറ്റും. അപ്പൊ പലപ്പോഴും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ മഴക്കാലം വരുന്നു, സ്കൂളിലെ ചില ഏതെങ്കിലും ഏരിയ സ്ലിപ്പറി ആയിട്ട് കിടക്കുക എന്ന് വിചാരിച്ചു. അവിടെ പല ഡിസ്കസ് ചെയ്തപ്പോഴേക്കും പല ഐഡിയാസ് വരുന്നു. നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രിപ്പുള്ള ടൈൽസ് ഇടാം, അല്ലെങ്കിൽ ലോൺ പോലെ വെക്കാം, കുട്ടികൾക്ക് തെന്നില്ല, അങ്ങനെ പലതും പറയുമല്ലോ. പിന്നെ മഴക്കാലത്ത് ടോയ്ലറ്റ് എപ്പോഴും വെറ്റായിട്ട് കിടക്കും, അതിനെന്തെങ്കിലും ഓപ്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ബെറ്റർ സൊല്യൂഷൻ അതിൽ നിന്നൊക്കെ വരും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. അപ്പം പലതും ഒന്നുകൂടെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. അത് പോർച്ച് തീരുമാനിട്ടു. ഓക്കെ, സോ സെക്കൻഡ് വൺ ആരാ റെഡി ആയിട്ടിരിക്കും? ഞാൻ വായിക്കാം. Modern supervision is established on maintenance of satisfactory interpersonal relationship. A group's productivity is steered by the quality of its human relations. Hence, the supervisor must focus on developing group feeling, group morally, and group cohesiveness. ഇവിടെ സി എന്ന് പറയുന്നത് കൊഹസീവ്നെസ് ആണ്. നമ്മളൊരു ഗ്രൂപ്പായിട്ട്, ഒരു യൂണിറ്റി എന്നൊക്കെ പറയില്ലേ, ബ്രേക്ക് ആവാത്ത ഒരു ടീം, അതാണ് കൊഹീസീവ് ആയിട്ട് ഇരിക്കുന്നത്. നല്ല ഒട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാനുള്ള ഭയങ്കര ബോണ്ടിങ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതിലെ ഹ്യൂമൻ റിലേഷൻസിന്റെ ക്വാളിറ്റി തന്നെയാണ് ഗ്രൂപ്പിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. സൂപ്പർവൈസർ അതിൽ ഫോക്കസ് ചെയ്യണം. ആ ഒരു ഗ്രൂപ്പ് ഫീലിംഗ്, ഒരു വി ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ PG
MT1, MT2 and 3, 4, 5 ഇത്രയും ബാച്ചിൽ നിന്ന് നേരിട്ട് കാണാത്തതും സംസാരിക്കാത്തവരുമായിട്ട് പലരും ഉണ്ട്. ഒരു ഫീലിംഗ് തോന്നണം. നമ്മൾ പല സെമിനാർസ് എടുത്തപ്പോ അങ്ങനെ പരിചയമില്ലാത്തവരൊക്കെ കൂടെ ചേർന്ന് കോർഡിനേറ്റ് ചെയ്താക്കി നമ്മുടെ ആദ്യത്തെ സെമിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫീലിംഗ്, ആ ഒരു ഗ്രൂപ്പിന്റെ മൊറയിൽ, അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ കൊഹസീവ്നെസ്. ഇവിടുത്തെ കൊഹസീവ്നെസ് ആണ്, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടീം. ഓക്കെ, തേർഡ് വൺ Modern supervision must be communicative. Research indicates that good connection is related to the morale of the teachers, and free exchange of information helps good planning. According to Wiles, if a supervisor hopes to facilitate communication, he will work for decrease in status lines, for constant study of the process used in the group, and for desirable physical structure and competent group leadership. Here the C is communicative. Okay, good connection. ആ ഒരു കണക്ഷൻ വേണം. ഇപ്പൊ ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഒരു പ്ലാനിങ്ങിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അവിടെ എന്തോ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം പറ്റി, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ എറർ എന്നൊക്കെ പറയും ചില ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ. സോ അത് ടീച്ചേഴ്സിന്റെ മൊറയിൽ ആയിട്ട് ബന്ധമുണ്ട്. പിന്നെ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, ഈ ഗുഡ് പ്ലാനിങ്ങിന് ഒരു ആനുവൽ ഡേ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ November 14th പ്രോഗ്രാം നടത്താൻ പോകുന്നു. അപ്പൊ അതിന്റെ പ്ലാൻ ചെയ്യുമ്പോൾ ടീച്ചർമാർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം നല്ലതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പല ലെവലിലുള്ള ആൾക്കാരുണ്ടാവും, പല തോട്ട് ലെവലുള്ളവരുണ്ടാവും, ചിന്തിക്കുന്നതും. അതുപോലെ തന്നെ ചിലപ്പോൾ ചിലർ സ്ലോ ആയിരിക്കും, ചിലർ അലേർട്ട് ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ എല്ലാം നോക്കി അതൊരു ഗ്രൂപ്പാണ്. അതിനനുസരിച്ച് ഡിസൈറബിൾ ആയിട്ടുള്ള നല്ല ഒരു ലീഡർഷിപ്പിലൂടെ ആ ഗ്രൂപ്പിനെ കൊണ്ടുപോകാനായിട്ട് പറ്റണം. സൂപ്പർവിഷന്റെ ഒരു മെയിൻ ഇതാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പർ ആവണം. അപ്പൊ ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ അവർക്ക് അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്ന രീതി ആയിരിക്കണം സൂപ്പർവിഷൻ ചെയ്യുന്ന ആള്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു ഇവിടുത്തെ C. തേർഡ് വൺ, മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ സൂപ്പർവിഷൻ അങ്ങ് ഒത്തിരി ലോ ലെവലിലേക്ക് പോകും, റിസൾട്ട് കിട്ടില്ല. ടീം മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, പല പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിന് മാറ്റം വരാം. ഓക്കെ, നല്ല മഴയും ഇടി. നെക്സ്റ്റ് ഫോർത്ത് വൺ, modern supervision is comprehensive in scope. Modern supervision encircles the total school programs and necessitates suitable articulation through all the supervisory agencies. Neglects today's neglects എന്നല്ലേ മാം അവിടെ പേര് നമുക്ക് പേരായതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം. neglect states അങ്ങനെ എന്തോന്ന് തോന്നുന്നു. Today's supervision is directed at improving all factors involving pupil learning. Gone are the days of undertaking to improve the teacher without regard to the totality of the teaching learning situation in the school. The modern supervisor's role reaches far beyond the traditional classroom situation. ഓക്കെ, ഇവിടെ കോംപ്രിഹെൻസീവ് അതൊരു സൂപ്പർവൈസറി ഏജൻസിയുടെ പേരാണ്. സൂപ്പർവൈസറി ഏജൻസി. ഓക്കെ, നമ്മൾ അസോസിയേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടെ ചേർന്നത് അല്ലെ, ഇൻക്ലൂഡ്സ് ഓൾ, എല്ലാം കൂടെ ചേർന്ന് വരുന്നത്. ലൈക്ക് ഓൾ റൗണ്ട്, ഓൾ ഇൻക്ലൂസീവ് എന്നൊക്കെ പറയുന്നതാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്. അപ്പോ പലപ്പോഴും സ്കൂളിൽ പല പല പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, പല നെസസറി ആക്ഷൻസ് ഉണ്ടാകാം, പല പ്ലാൻസ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരാളുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടീം ഉണ്ടാവുമായിരിക്കും സൂപ്പർവിഷന് വേണ്ടിയിട്ട് അതിലൂടെ കടന്നു പോകുന്നതായിരിക്കും. സ്കൂളിന്റെ ഒരു
ഒരു സ്റ്റാർ റേറ്റിംഗ് അനുസരിച്ച് മീൻസ് ഇപ്പോ കുറച്ച് വലിയ സ്കൂള് കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കാര്യമായിട്ടുള്ള സ്കൂൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു പേഴ്സൺ ആയിരിക്കില്ല സൂപ്പർവൈസ് ചെയ്യുന്നത്. അതൊരു ഏജൻസി പോലെ അങ്ങനെ ആ രീതിയിൽ ഉണ്ടാകാം. പിന്നെ ഇപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, കുട്ടികളുടെ ലേണിംഗ് പ്രോസസ് അതിന്റെ അതിൽ ഇൻവോൾവ് ആകുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓൾ അറൌണ്ട് ഓൾ ഇൻക്ലൂസീവ് ആയിട്ട് വരുന്നു ഈ ലേണിംഗ് പ്രോസസ്സിൽ എല്ലാം കൂടെ വരുന്നതിനെ ആ ഫാക്ടേഴ്സിനെ എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നു. അതാണ് കോംപ്രിഹെൻസീവ് ഇവിടുത്തെ സി എന്ന് പറയുന്നത്. ഓക്കെ, പഴയ രീതിയിലല്ല ഇപ്പോഴത്തെ മോഡേൺ രീതി എന്താണ്, പണ്ടത്തെ രീതികളെല്ലാം പോയി എന്നുള്ള രീതിയിലാണ്. ഗോൺ ആർ ദ ഡേയ്സ് ഓഫ് അണ്ടർടേക്കിംഗ്. ടീച്ചർ മാത്രം ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലല്ലോ. ടീച്ചറെ മാത്രമല്ലല്ലോ ഇംപ്രൂവ് ചെയ്യണ്ടേ, ആ ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു പ്ലാറ്റ്ഫോമും അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ്, ആ പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ഫാക്ടേഴ്സ് വരുന്നു, ഇതിനെല്ലാത്തിനെയും അങ്ങനെ ഓൾ അറൗണ്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ് ഈ അതാണ് ഈ സൂപ്പർവിഷനിൽ പറയുന്നത്. കോംപ്രിഹെൻസീവ് ആയിരിക്കണം എന്ന് പറയുന്നത്. എന്തെല്ലാം അതിനെ ചുറ്റിപ്പറ്റി കണക്ട് ചെയ്യുന്നുണ്ടോ, ക്ലാസ് റൂമിലെ ലൈറ്റ് ഉൾപ്പെടെ, ലൈറ്റ്, ഫാൻ കിട്ടുന്നത്, വെന്റിലേഷൻ, പ്രോപ്പർ എയർ സർക്കുലേഷൻ, ഇതെല്ലാം ലേണിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. പിന്നെ ബോർഡിന്റെ പൊസിഷൻ, എന്തിനു യൂസ് ചെയ്യുന്ന ചോക്ക്, ഡസ്റ്റ് അലർജി ആണ് അല്ലെങ്കിൽ ചോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രൊജക്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പൊസിഷൻ, ലൈറ്റിംഗ് എല്ലാം നോക്കും. അപ്പൊ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടുന്ന ഫാക്ടേഴ്സ് എല്ലാം ഇംപ്രൂവ് ചെയ്യുക. ഓൾ അറൌണ്ട് ദാറ്റ് പോയിന്റ്, ആ ഒരു ലേണിംഗ് എന്നുള്ളത് ഒരു സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ അതിന് ചുറ്റും വരുന്ന ഫാക്ടേഴ്സിനെ എല്ലാം ഡെവലപ്പ് ചെയ്യുക. ആ രീതിയിലാണ് സൂപ്പർവൈസറി ഏജൻസീസ് എല്ലാം നോക്കുന്നത്. എന്തെല്ലാം നെസസറി തിങ്സ് ഇൻ ആൻഡ് അറൌണ്ട് ഉണ്ടോ അതിനെയെല്ലാം ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ ട്രഡീഷണൽ ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിന്ന് അതിൽ നിന്നെല്ലാം ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെയുള്ള മോഡേൺ സൂപ്പർവൈസറുടെ റോള്. പണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ശരിയാണ്, ടീച്ചറുടെ റോള്, ടീച്ചർ അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെ ആ ഒരു ടീച്ചറെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടെന്നുള്ളത് മാറി ബാക്കി എന്തെല്ലാം ഫാക്ടേഴ്സ് ലേണിംഗ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ, ക്രിയേറ്റീവ്. Yes, please. Modern supervision is creative. The purpose of supervision is to draw out the best in teachers, to ignite their latent talents, to stimulate initiative, to encourage their originality and self-expression. It accentuates their success and strengths. The supervisor should be creative and resourceful. ടീച്ചേഴ്സിന്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ക്രിയേറ്റീവ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണോ, പോസിബിലിറ്റീസ്, എന്തെല്ലാം പോസിബിലിറ്റീസ് ആ ഒരു ടീച്ചറിനെ ഈ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്, ആ ഒരു ടീച്ചറിന്റെ കപ്പാസിറ്റി എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, ആ ഒരു രീതിയിൽ മോർ ക്രിയേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള, ചിലപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സയൻസ് എടുക്കുന്ന, മാത്സ് എടുക്കുന്ന ടീച്ചർക്ക് ചിലപ്പോൾ നല്ലപോലെ ഡാൻസ് അറിയായിരിക്കും, അപ്പൊ അല്ലെങ്കിൽ പെയിന്റിങ് അറിയായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, റിപ്പബ്ലിക് ഡേ വന്നു, കുറെ മോഡൽസ് ഉണ്ടാക്കണം, നല്ലപോലെ പെയിന്റ് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട്, മാത്സ് ആണ് എടുക്കുന്നതെങ്കിൽ കൂടിയും അവരുടെ ആ പൊട്ടൻഷ്യലിനെ കത്തിച്ചു വിടുക, ഇഗ്നൈറ്റ് ചെയ്ത് വിടുക. ക്രിയേറ്റീവ് ആയിരിക്കണം സൂപ്പർവിഷൻ. അങ്ങനെയുള്ള അവരുടെ ടാലൻസ് മനസ്സിലാക്കി ആ രീതിയിൽ അവരെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകും. അവരുടെ സക്സസ്, സ്ട്രെങ്ത് എല്ലാം മനസ്സിലാക്കി അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. അതുകൊണ്ട് ക്രിയേറ്റീവ് ആൻഡ് റിസോഴ്സ്ഫുൾ ആയിരിക്കണം. പിന്നെ ഏത് ഏരിയ ആണെങ്കിലും അതിനെപ്പറ്റി അവർക്ക് നല്ലതുപോലെ അറിയണം. അതിപ്പോ ആർട്ടാണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും അബൌട്ട് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെയാണെങ്കിലും. എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, സയൻസിന്റെ ആണ്, അപ്പോൾ സയൻസിലെ ആ ഏരിയകളെ കുറിച്ച് അങ്ങനെ എല്ലാത്തിനും റിസോഴ്സ്ഫുള്ളും ആയിരിക്കണം സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ചെയ്യുന്ന ആ ഒരു ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, sixth one. Modern supervision is scientific. The supervisor uses scientific methods like surveys, action research, experimentation, etc. to boost his performance and make instructions more effective. Teachers are inspired to think critically and constructively.
ഇവിടെ നമുക്ക് സി എന്ന് പറയാനായിട്ട് ക്രിറ്റിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി ആ ഒരു രീതിയിൽ തന്നെ എടുക്കണം. സയന്റിഫിക് ആണ് ഇവിടെ വരുന്നത് സിക്ക് പകരം. നമുക്ക് 7 C's ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാണല്ലോ ടൈറ്റിൽ വന്നത്. അപ്പോൾ സൂപ്പർവൈസർ സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു പലപ്പോഴും ഈ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൂടുതൽ എഫക്റ്റീവ് ആകാനും. ടീച്ചേഴ്സിന്റെ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മെയിൻലി സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അവര് പലപ്പോഴും ഈ സൂപ്പർവൈസറുടെ ഈ പല മെത്തേഡ്സിലൂടെ അവര് കൂടുതൽ ക്രിട്ടിക്കലായിട്ടും കൺസ്ട്രക്റ്റീവ്ലി ആയിട്ടും ചിന്തിക്കും. ചുമ്മാ വേഗായിട്ടുള്ള തോട്ട് പ്രോസസ് ഒന്നും ആയിരിക്കില്ല. അവർ വളരെ കൺസ്ട്രക്റ്റീവ്ലി ക്രിട്ടിക്കലി ആയിട്ട് അവരുടെ തോട്ട് പ്രോസസ്സ് പോകും. അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സയന്റിഫിക്, ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി ആ സി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് സി അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താലോ, സമയം 7th one. Modern supervision is experimental and autocritical in nature. The modern concept of supervision stimulates experimentation and self-criticism. Nigali et al. States that one of the foundation stones of the emerging philosophy and practices of supervision is the belief that current practices should always be questioned and evaluated and placed under the searching light of critical analysis. Any aspects of the learning situation found to be ineffective or detrimental to the achievement of a better situation is damaged or modified as the case may be. The supervisor leads the teachers in the constant search for better and more effective ways of doing their jobs, believing that there is always scope for improvement. മോഡേൺ സൂപ്പർവിഷൻ നമ്മൾ പണ്ടത്തെ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറി ഇപ്പൊ എല്ലാം മോഡേൺ സൂപ്പർവിഷൻ ആണ്. നമ്മുടെ ടീച്ചിങ്ങിന് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു അല്ലെ, ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് മാറി കുറച്ചുകൂടെ ടീച്ചിങ് മെത്തേഡിൽ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷെ മോഡേൺ രീതിയിലെല്ലാം സിസ്റ്റത്തിലും മാറുന്നുണ്ട്. സോ സിമിലർലി സൂപ്പർവിഷൻ ഓൾസോ അതൊരു എക്സ്പെരിമെന്റൽ ഓട്ടോക്രിട്ടിക്കൽ ഇൻ നേച്ചർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സെൽഫ് ക്രിറ്റിസിസം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. സെൽഫ് അനാലിസിസ്, എന്തെങ്കിലും ഫ്ലോസ് എന്നിലുണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അത് ശരിയാക്കി എടുക്കണം എന്നത്. ഇവിടെ ആ ഒരു സൂപ്പർവിഷൻ ഏജൻസി, ഒരു അവർ ആ ഏജൻസിയുടെ ഒരു വ്യക്തി നടത്തുന്ന ഏജൻസി ആയിരിക്കാം. അവർ പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് സൂപ്പർവിഷന്റെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് കറന്റ് പ്രാക്ടീസ്. അത് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ മുന്നിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്, നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടും അനലൈസ് ചെയ്തുകൊണ്ടും നമ്മൾ ഇരിക്കണേ. ഇപ്പൊ മാത്സ് പഠിപ്പിക്കുന്നു, 5 days കഴിഞ്ഞു, ഓക്കെ ഇനി വേറൊരു രീതിയിൽ പഠിപ്പിച്ചാൽ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. നമ്മൾ അതൊരു എക്സ്പെരിമെന്റൽ വേയിൽ പല കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാത്സിൽ തന്നെ പല ഏരിയ ഉണ്ടല്ലോ, അൾജിബ്ര ഉണ്ട്, ജോമെട്രി ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോന്നും പഠിപ്പിക്കുമ്പോൾ എടുക്കേണ്ട മെത്തേഡ്സ് അത് കുറച്ചൊക്കെ ഒന്ന് ഇംപ്രൊവൈസ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ ഒരു എക്സ്പെരിമെന്റൽ ആയിരിക്കണം കൊടുക്കുന്ന ലേണിംഗ് പ്രോസസ്. അതുപോലെ തന്നെ സൂപ്പർവിഷനും എക്സ്പെരിമെന്റൽ ആയിരിക്കണം, സെൽഫ് ക്രിറ്റിസിസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ബെറ്റർ സിറ്റുവേഷൻ ആക്കുക എന്നുള്ളതാണ്, അല്ലാതെ അതിനെ ഡാമേജ് ചെയ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബെറ്റർ ആക്കുക, വട്ടെവർ എന്ത് കാര്യത്തിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ ബെറ്റർ ആക്കിക്കൊണ്ടു പോവുക, മോർ എഫക്റ്റീവ് ആക്കുക ചെയ്യുന്ന ജോലികൾ. ഓരോ സ്റ്റാഫും ചെയ്യുന്ന ജോലികളെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ബെറ്റർ ആക്കിക്കൊണ്ടു പോവുക. എപ്പോഴും ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട്. ഇനിയും എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഇന്ന് ചെയ്തതല്ല നാളെ എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്. ആദ്യത്തെ കുറച്ച് ദിവസം ചെയ്ത് 10 തവണ ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാനൊരു 12 times ചെയ്യും. അതിന്റെ അടുത്ത ആഴ്ച ഞാൻ 15 times ചെയ്യും. അങ്ങനെ നമ്മൾക്ക് എവറി ഡേ ഈസ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം സൂപ്പർവിഷനും. എക്സ്പെരിമെന്റൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പാലിച്ചുകൊണ്ടിരിക്കുന്ന അതേ റൂൾസ് തന്നെ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക, മാറ്റി പിടിക്കുക എന്നുള്ളത് പറയില്ലേ, അത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണ്. അത് നമുക്ക് സെമിനാർ പറഞ്ഞിട്ടുണ്ട്, സെമീനയും ഹരിതയും. സോ അതിൽ അവർ ഏതാ എടുക്കുന്നതെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി നമുക്ക്
ബാക്കി കാര്യങ്ങൾ നോക്കാം. നാളെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തീരുമായിരിക്കും. 7th യൂണിറ്റ് കൂടി അല്ലേ നിങ്ങൾക്ക് അല്ലാതെ ഇനി എടുക്കാനുള്ളൂ. ഓക്കെ, മിസ് ഇപ്പൊ പറഞ്ഞതില് സെക്കൻഡ് പോയിന്റിലെ സി എന്താണ്? Cohesiveness. കോഹെസിവ്നെസ്, ഒരുമിച്ച് ചേർക്കുക, ടീമിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വളരെ അധസീവ് എന്നൊക്കെ പറയില്ലേ, നല്ല ഒട്ടിയിരിക്കുക എന്നൊക്കെ പറയില്ലേ. മിസ് ടീച്ചർ ഒന്ന് പറയാമോ? എന്തോ സിക്സ്ത് പോയിന്റിലെ സി കൺസ്ട്രക്റ്റീവ്ലി ക്രിട്ടിക്കലി കിടപ്പില്ലേ? അത് സയന്റിഫിക് ആണ്. 7th അപ്പൊ അത് അതിൽ നിന്ന് ടീച്ചേഴ്സ് ഇൻസ്പയർഡ് ആവുകയാണ്. അവരുടെ തോട്ട് പ്രോസസ് ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി ആകുന്നു ത്രൂ ദിസ് സയന്റിഫിക് സൂപ്പർവിഷൻ. അപ്പൊ അവിടെ ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി എന്നുള്ളതായിരിക്കാം സി എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. 7th ക്രിട്ടിക്കൽ അനലൈസിസ് ആണ്. 7th വൺ ഓട്ടോ ക്രിട്ടിക്കൽ ആണ്. ആ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അത് സെൽഫ് ക്രിട്ടിക്കൽ ആണ്. ദാറ്റ് സി, ബട്ട് സെൽഫ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. വേറൊരാളെ അനലൈസ് ചെയ്യല്ല, നമ്മളെ തന്നെ എന്നുള്ള രീതിയിൽ. ടീച്ചർ സെമിനാർ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞില്ലേ, അത് നമ്മള് ഈ അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന ബുക്കിൽ എഴുതിയാൽ മതിയോ അതോ A4 ഷീറ്റിലായിട്ട് എഴുതണം? A4 ഷീറ്റിലായിട്ട് എഴുതാൻ ബുക്കിൽ എഴുതിയാലും മതി, പക്ഷെ നല്ലപോലെ കീപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലെ പ്രാക്ടിക്കലിന്റെ ഒരു ഭാഗത്ത് സെമിനാർ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എടുത്ത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. എഴുതി വെച്ച ബുക്ക് തന്നെയാണ്, ആക്ടിവിറ്റി എഴുതി വെച്ച ബുക്കാണ്. മതിയാകും. അപ്പൊ അവര് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ബുക്കിലാകുമ്പോ അത് കീപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെ തന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊന്നും ക്വസ്റ്റ്യനബിൾ അല്ല, അതൊന്നും പ്രോബ്ലം ഒന്നും. ഓക്കെ, ബൈ. നല്ല മഴ ഇവിടെ. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഗുഡ് നൈറ്റ് പറയാൻ വന്നാ. ഗുഡ് നൈറ്റ്. യെസ്. Thank you, ma'am. Good night, ma'am. Thank you, ma'am.